നമസ്കാരം. എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. അപ്പം നമുക്ക് വിഷുവിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. എന്താണ് വിഷു? കേരളത്തിൽ ആചരിക്കുന്ന ആത്മീയമായിട്ടും സാംസ്കാരികമായിട്ടും നമ്മളെ കാലത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ആചാരമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. വിഷു ഒരു പുതുവത്സരം മാത്രമല്ല, ഇത് ഒരു പുത്തൻ ദൃശ്യം കൂടിയാണ്. കണ്ണ് തുറന്ന ഉടനെ കാണേണ്ട വിഷുക്കണി. ഇതൊരു കാലഘട്ടത്തിൻ്റെ പുനരാരംഭമാണ്. കണികൾ, വെള്ളരി, മുത്തശ്ശിയുടെ കയ്യിൽ നിന്നുള്ള കൈനീട്ടം, ഇവയെല്ലാം നമ്മുടെ ഭൂതകാലവും ഭാവിയും തമ്മിൽ ഒരു ആത്മബന്ധമാണ് ഉണ്ടാക്കുന്നത്. വിഷുവിൻ്റെ ഉണർവ് പുലരി മുതൽ തന്നെ നമ്മെ നല്ല ഗതിയിലേക്ക് നയിക്കുന്നു. വിഷുക്കണി ദൈവീകമായ ദൃശ്യ അനുഭവം തന്നെയാണ്. വിഷുക്കണി കാണുന്നത് ഒരു ദൃശ്യപരമായ പ്രാർത്ഥനയാണ്. ഇവിടെ നാം പ്രാർത്ഥിക്കുന്നില്ല, കാഴ്ചയിൽ തന്നെ നമുക്ക് ഭക്തി അനുഭവപ്പെടുകയും നമ്മുടെ ആഗ്രഹം നാം അറിഞ്ഞോ അറിയാതെയോ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സുവർണ നിമിഷം. നമ്മുടെ ആദ്യ ദർശനം തന്നെ ഭഗവാൻ കണ്ണനിലേക്കാണ്. വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ തമ്പുരാൻ്റെ തേജസ്സിൽ തിളങ്ങുന്ന കണികളും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ നന്മയും വെളിച്ചവുമാണ് കാണിച്ചു തരുന്നത്. വിഷു എന്നാൽ ആത്മീയ പുനർജന്മം തന്നെയാണ്. ഈ ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഞാൻ എന്നിലേക്കും എൻ്റെ ദൈവത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ്. വിഷു സന്ദേശം ഈ പുണ്യകാലത്തിലെ ഈ ചിന്തകൾ തന്നെയാണ്. വിഷു പുണ്യദിനമാണ്. എന്നാൽ ഇത് പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ടോ? എന്നാൽ ഇത് രസകരമായതും വളരെ അധികം ഗവേഷണ പ്രാധാന്യമുള്ളതുമായ ചോദ്യം തന്നെയാണ്. പൂർണ്ണമായ ഉത്തരം ഇതാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, മഹാഭാരതം, ഭാരതീയ പൗരാണിക സാഹിത്യങ്ങൾ എന്നിവയിലൊന്നിലും വിഷു എന്ന പേരിൽ ഒരു ആഘോഷം നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ കണിക്കൊന്ന എന്ന പൂവ്, അതിൻ്റെ ദിവ്യതയും ഉദ്ദേശിച്ച ഉപയോഗവും ചില ഐതിഹ്യങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും നമ്മുടെ സംസ്കാരത്തിൽ അതീവ പ്രാധാന്യമുള്ളതായി മാറിയിട്ടുണ്ട്. കണിക്കൊന്നയെ ഹിന്ദുധർമ്മത്തിൽ ദൈവിക വൃക്ഷമായാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീമദ് ഭാഗവതം, സ്കന്ദപുരാണം മുതലായവയിൽ ദൈവങ്ങളുടെ ഉപാസനയ്ക്കായി ഈ പൂക്കൾ ഉപയോഗിക്കുന്നത് വിശദമായി കാണാം. പ്രത്യേകിച്ചും ശിവഭഗവാന്റെ പൂജയിൽ ഹരിദ്രം, കുങ്കുമം, കണിക്കൊന്ന തുടങ്ങിയവയുടെ പ്രാധാന്യം ആചാരമായി തന്നെ നിലകൊള്ളുന്നുമുണ്ട്. ചില പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്. കണിക്കൊന്ന ശിവന്റെ ജടയിൽ നിന്ന് പിറന്നതാണെന്നും പറയുന്നു. വിഷുദിനത്തിൽ കണിക്കൊന്ന കാണുന്നത് ദൈവികമായ ദൃഷ്ടിയോടെയും ആശംസയോടെയും പുതുവർഷം ആരംഭിക്കുവാൻ ഏറ്റവും ഉചിതമായ പ്രതീകമായാണ്. വിഷുവിൻ്റെ കണികൾ, കണിക്കൊന്നയുടെ ദിവ്യത, ശിവാനുഗ്രഹം എന്നിവയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പൂർണ്ണമായും പൗരാണികമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനോട് ചേർന്ന് വരുന്ന ആചാരങ്ങളും ഭക്തികഥകളും സംസ്കാരപരമായ അനുഷ്ഠാനങ്ങളും പൗരാണിക വാസ്തവങ്ങൾക്കൊപ്പം വളർന്നവ തന്നെയാണ്. വിഷു എന്നാൽ സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാലചക്രത്തിൻ്റെ പുതിയ ആരംഭമായാണ് കണക്കാക്കപ്പെടുന്നത്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ സംഹരിച്ചതിന് ശേഷമാണ് വിഷു ആഘോഷമാക്കുന്നത് എന്നൊരു കഥയുണ്ട്. ശ്രീരാമൻ സീതയെ തിരികെ കൊണ്ടുവന്ന ദിവസമാണ് വിഷു എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. അതുകൂടാതെ വേറൊരു വിശ്വാസമാണ് മഹിഷവാഹിനിയുമായി ബന്ധപ്പെട്ട ചില പ്രാദേശിക കഥകൾ. വിശ്വാസത്തിൽ എല്ലാം തന്നെ നമ്മെ കാട്ടിത്തരുന്നത് ഈ അവസരങ്ങളിൽ ജനങ്ങൾ അവരുടെ ആഹ്ലാദ പ്രകടനം അവരുടെ വിഭവങ്ങൾ കൊണ്ട്, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ആഘോഷമാക്കി എന്നുള്ളത് തന്നെയാണ്. പുരാണങ്ങൾ നമ്മെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഋഷിവര്യന്മാർ നമ്മെ ഒരു ദിവസത്തിൻ്റെ ആരംഭം ദൈവത്തിൻ്റെ ദർശനത്തോടെ ആരംഭിക്കുക എന്ന ആത്മീയതയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു പാരമ്പര്യമാണ്. അതിൻ്റെ ആത്മീയവും ജ്യോതിശാസ്ത്രപരവുമായ ശക്തിയാണ് വിഷു എന്നതിൻ്റെ അർത്ഥം തന്നെ. പുതിയ പ്രഭാതമാണ്, ദൈവദർശനത്തോടെ ആരംഭിക്കേണ്ട ഒരു പുതിയ പ്രഭാതം. അതാണ് വിഷുക്കണിയുടെ പ്രധാനമായ സന്ദേശവും. വിഷുവിൻ്റെ സന്ദേശം അനവധി ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. നവജീവിതം തുടക്കമാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിഷു. വിഷു ഒരു കണക്കെടുപ്പിൻ്റെ ദിവസം തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിനെക്കുറിച്ച്, നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനെ കാണുവാൻ നമുക്ക് സജ്ജമാകാം.
അങ്ങനെ ആ ദിവസം പൂർണ്ണമായും നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കാം. ഈ പുണ്യദിനത്തിൽ കൂടി നമുക്ക് നമ്മുടെ കാഴ്ചകളും നമ്മുടെ ജീവിത ശൈലികളും അതിമനോഹരമായി മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. വിഷുക്കണി എന്നത് അർത്ഥം ചെയ്യുന്നത് തന്നെ കാണേണ്ടത് എന്നാണ്. വിഷുദിനത്തിൽ കണ്ണുകൾ തുറന്ന് ആദ്യം ദർശിക്കുന്നത് ആണ് വിഷുക്കണി. അത് നമ്മളെ ആ വർഷം മുഴുവൻ സൗഭാഗ്യത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ അതിശയകരമായ കാര്യങ്ങൾ നിറച്ചു തന്നെയാണ് വിഷുക്കണി ഒരുക്കുന്നത്. വിഷുക്കണി ഒരുക്കുവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിഷുക്കണിക്കായി ഒരുക്കേണ്ടത്? സാധാരണ ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കി വെക്കുക. എന്നാൽ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് ഒരു പരന്ന പാത്രം എടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് ഒഴിച്ചുള്ള ഏത് പാത്രങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്റ്റീൽ തട്ടമൊക്കെ നമ്മുടെ വീടുകളിൽ കാണും ഇല്ലേ? ചോറ് കഴിക്കാനായിട്ട് എടുക്കുന്ന പരന്ന സ്റ്റീൽ തട്ടം വട്ടത്തിലുള്ളത്, അത് ഉപയോഗിച്ചാൽ മതിയാകും. അത് നിറയെ പച്ചരി കൊണ്ട് നിറയ്ക്കണം. വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിഗ്രഹമുണ്ടെങ്കിൽ അതാണെങ്കിലും വെക്കാവുന്നതാണ്. കണ്ണാടിയാണ് വെക്കേണ്ട അടുത്ത ഒരു പ്രധാന വസ്തു. വലിയ ഉരുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും വിഭവസമൃദ്ധമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്മകളും വന്ന് നിറയട്ടെ എന്നതാണ്. അല്ലെ, വലിയ പാത്രം, വലിയ ഉരുളി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിറയുന്നില്ല എന്നല്ല കേട്ടോ. പിന്നീട് നമ്മൾ നിറയ്ക്കുന്നത് പച്ചരി നിറയ്ക്കുക. അതായത് മഹാലക്ഷ്മി അന്നദാതാവായ ആ മഹാമായയാണ് നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൃദ്ധിയുടെ അടയാളം. ശ്രീകൃഷ്ണ ഭഗവാന്റെയോ വിഷ്ണുവിൻ്റെയോ ഒരു ഫോട്ടോയോ ഒരു പ്രതിമയോ ഉണ്ടെങ്കിൽ അത് ഭഗവാനായിട്ട് നമ്മൾ സങ്കല്പിച്ച് നാം കണ്ണു തുറന്ന് കാണുന്ന ആ ഭഗവാൻ തന്നെയാണ് അത് എന്ന് വിശ്വാസം. കണ്ണാടി നമ്മുടെ ആത്മപരിശോധനയുടെ പ്രതീകമാണ്. ഇനി ഇതിലെല്ലാം ഉപരി വെക്കേണ്ട വേറൊരു കാര്യമാണ് കണിക്കൊന്ന പൂവ്. വിഷ്ണുവിൻ്റെ സിംബോളിക്കായിട്ടുള്ള പൂവാണ് കണിക്കൊന്ന പൂവ്. പൂവില്ലാതെ എന്ത് കണി ഇല്ലേ? മാമ്പഴം വെക്കാം, ചക്ക വെക്കാം, വാഴപ്പഴം വെക്കാം, കൈതച്ചക്ക വെക്കാം. ഇത് കൂടാതെ വെക്കാൻ പറ്റുന്ന മറ്റ് രണ്ട് പ്രധാന വെള്ളമുള്ള രണ്ട് കനികളാണ് ഒന്ന് തേങ്ങയും ഒന്ന് വെള്ളരിക്കയും. കണിവെള്ളരിക്ക എന്ന് പറയുന്നത് ഇല്ലേ? മഞ്ഞ കളർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. തേങ്ങ പൊട്ടിച്ച് വേണം വെക്കുവാൻ. പണം വെക്കാവുന്നതാണ്, സ്വർണ്ണ നാണയങ്ങൾ വെക്കാവുന്നതാണ്, വെള്ളി വെക്കാവുന്നതാണ്. അതുകൂടാതെ ഭഗവത്ഗീത പോലുള്ള പവിത്രമായ ഗ്രന്ഥവും വെക്കാവുന്നതാണ്. രാമായണമായിരിക്കാം ചിലരുടെ വീടുകളിലുള്ളത്, അതല്ലെങ്കിൽ ദേവി ഭാഗവതമായിരിക്കാം, എന്തുമാകട്ടെ ആ പവിത്രമായ ഗ്രന്ഥം കൂടി വെക്കണം. അത് നമ്മുടെ വിദ്യയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നീട് നിലവിളക്ക് പ്രകാശത്തിൻ്റെയും ആത്മദീപത്തിൻ്റെയും പ്രതീകമായി 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ്. 5 തിരി 7 തിരി ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇവയെല്ലാം തന്നെ ആ പാത്രത്തിൽ അല്ലെങ്കിൽ ഉരുളിയിൽ പച്ചരി നിറച്ച് പച്ചരിയിൽ മനോഹരമായി അലങ്കരിക്കുക. നിലവിളക്ക് പ്രകാശപൂരിതമായി തിളങ്ങി നിൽക്കട്ടെ. ഭഗവാനെ കൺകുളിർക്കെ കാണുക. ആ കായ്കനികളിലും വെച്ചിരിക്കുന്ന ഫലങ്ങളിലും എല്ലാം ആ പ്രകാശത്തിൻ്റെ കണികകൾ വന്ന് പതിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന 2 പ്രധാന കാര്യങ്ങളാണ് കുങ്കുമവും കൺമഷിയും. നല്ലതുപോലെ വൃത്തിയാക്കിയ ഒരു കസവുമുണ്ട് മടക്കി അതിനൊപ്പം വെക്കുന്നതും വളരെ ഉത്തമം തന്നെയാണ്. വിഷു പുലരി സമയത്ത് മുതിർന്ന ആൾ തന്നെയായിരിക്കണം വന്ന് കണി കാണേണ്ടത്. അതിനുശേഷം നിലവിളക്കൊരുക്കി മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ് പതിവ്. പിന്നീട് ഏറ്റവും മുതിർന്ന ആൾക്ക് കൈനീട്ടം നൽകാവുന്നതാണ്. കൈനീട്ടം വാങ്ങുന്നവർ കൈനീട്ടം നൽകിയവരുടെ ആശീർവാദവും വാങ്ങണം. വിഷുക്കണിയുടെ ആത്മീയമായ സന്ദേശം ഇതാണ്. വിഷുക്കണി നമ്മുടെ ഉള്ളിലെ പ്രകാശവും സമൃദ്ധിയും കാണാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ ഞങ്ങൾ ആദ്യം കാണേണ്ടത് ദിവ്യത്വവും ആത്മനിലവാരവും ആണ് എന്നാണ് കരുതേണ്ടത്. ഈ വിശുദ്ധ കാഴ്ച നമ്മളെ ഉജ്ജ്വലമായ ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിക്കട്ടെ. എന്ത് കാണുന്നു എന്നത് നിങ്ങൾക്കുള്ള വർഷം രൂപപ്പെടുത്തുന്നു എന്നതാണ്. ദൈവത്തെ ആദ്യം കാണുക. ആ വിശുദ്ധ ദർശനം വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തെ ആകർഷിക്കും. വിഷു ഒരു സന്ദേശമാണ്. പ്രകാശം ഇരുട്ടിനെ ജയിക്കുന്ന സന്ദേശം. ആത്മീയത ലൗകികതയെ നയിക്കുന്നത്. ഐശ്വര്യവും സമാധാനവും നമ്മുടെയാകട്ടെ ഈ വിഷുദിനത്തിൽ. അപ്പോൾ എല്ലാവർക്കും ഗോകുലമാലയുടെ വിഷുദിന ആശംസകൾ. എല്ലാവരുടെ ജീവിതത്തിലും പ്രകാശം നിറയ്ക്കട്ടെ. ഹരേ കൃഷ്ണ, ഹരേ രാമ.